ശ്രീ സുഭാഷ് ബാബു, എനിക്കറിയാനുള്ളത് ഭീകരമായ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ വസ്തുതയെക്കുറിച്ച് ഉറപ്പിക്കുന്നില്ല. പക്ഷേ എന്റെ സംശയം ഇത് നടക്കുമോ എന്നാണ്. മലപ്പുറം SP കുറിച്ച് പറയുകയാണ്. മലപ്പുറത്ത് SP ആയിരുന്ന ആളെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം മുൻപ് കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം കിട്ടും. ആ വിവരമനുസരിച്ച് കസ്റ്റംസിൽ നിന്ന് പിടിക്കാതെ വിടും. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ആളുകളെ വഴിയിൽ വെച്ച് പിടിക്കും. 25 സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കും, ബാക്കി 15 കസ്റ്റംസിന് കൊടുക്കൂ. സ്വർണം പൊട്ടിക്കലായി ഈ ലാഭം എന്നിട്ട് കസ്റ്റംസും ഈ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി പങ്കിടുമെന്ന്. ഇങ്ങനെ കൊട്ടേഷൻ സംഘത്തെ മാതിരി, ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ മാതിരി കേരളത്തിലെ പോലീസ്, അത് IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്റെ ചിന്തകൾക്ക് അപ്പുറത്താണ്. അങ്ങനെ സാധിക്കുമോ? അങ്ങനെ നടക്കുമോ? നടക്കുന്നതാണോ ഇതൊക്കെ? അല്ല, അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു ആരോപണമുണ്ട്. അത് ഈ കസ്റ്റംസിനെ സംബന്ധിച്ച് കസ്റ്റംസ് ഇങ്ങനെ പരസ്പര സഹായികളായി നിന്നിട്ട് ഇതേമാതിരി സ്വർണം ഈ എയർപോർട്ടിനുള്ളിൽ നിന്ന് പിടിക്കാതെ അതിൻ്റെ ഉള്ള ആളുകളെ പുറത്തേക്ക് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് പിടിക്കുന്നുവെന്നും പോലീസ് നിരവധി കേസുകൾ, അതായത് കിലോ കണക്കിന് സ്വർണം പോലീസ് പുറത്തുനിന്ന് പിടിക്കുകയും ആ പിടിച്ച കേസുകളിൽ ഒരു പ്രത്യേക സംഘമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസാഫ് എന്ന് പറഞ്ഞൊരു സംഘം. അതിനോടുകൂടി സഹകാരികളായിട്ട് കുറച്ച് കൊണ്ടോട്ടി പ്രദേശത്ത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുമായിട്ട് ഒരു സിൻഡിക്കേറ്റ് രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നു എന്ന് അവിടെ പരസ്യമായ രഹസ്യമാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട്. നമ്മളോടും പറഞ്ഞിട്ടുണ്ട് ഇത് പിടിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ഇതേമാതിരി ഇവർ നമ്മളൊരു ഒത്തുകളിയാണെന്നൊക്കെ അവർ വെറുതെ നമ്മളോട് ഒരു പാസിങ് കമൻ്റായിട്ട് നമ്മൾ വിശേഷം എന്താണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്. അതിപ്പം അഭിലാഷ് പോയാലും അത് അവർ പറഞ്ഞു തരും, ഇപ്പോഴും പറഞ്ഞു തരും. അപ്പോൾ അങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതേമാതിരി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് അന്വേഷണം അവിടെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നത തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സംഭവ്യമാണോ എന്ന് ചോദിച്ചാൽ സംഭവ്യമാണ് എന്ന് നമുക്ക് ആ മുൻ സംഭവങ്ങളിൽ നിന്ന് ഏകദേശം ഊഹിക്കാവുന്നതാണ്. കാരണം മുമ്പൊന്നും ഇല്ലാത്തത്ര ഭീമമായ രീതിയിലുള്ള കള്ളക്കടത്തുകൾ എയർപോർട്ടിൻ്റെ പുറത്ത് വന്നതിന് ശേഷം എയർപോർട്ട് പ്രിമിസസിൽ വെച്ച് തന്നെ പിടിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആകസ്മികമായിട്ട് ഇത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതല്ല, വ്യക്തമായിട്ടൊരു കിട്ടിയ വിവരശേഖരണത്തിന്റെ വിമാനത്താവളത്തിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാരിയർമാരിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച്. അപ്പൊ കേരള പോലീസിലെ ഒരു സംഘം ക്രിമിനലുകളായി പ്രവർത്തിക്കുകയാണ്. ആ ആരോപണം തന്നെ ശ്രീ സുഭാഷ് ബാബു അൻവർ MR അജിത് കുമാർ എന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ADGPക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർക്ക് ഈ ബിസിനസ്സാണ്, സ്വർണത്തിന്റെ ബിസിനസ്സാണ്, അതിന് തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കേരളം ഇപ്പോൾ കണ്ടതിനപ്പുറത്ത് ഇനി എന്താണ് കാണാനിരിക്കുന്നത്, ഇനി എന്താണ് കേൾക്കാനിരിക്കുന്നത് എന്ന പ്രശ്നമുണ്ട്. അപ്പൊ പോലീസിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, കള്ളക്കടത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്തു ഭീകരമായ അവസ്ഥയാണത്. തീർച്ചയായിട്ടും അത് MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹമാണ് പോലീസിൻ്റെ ആദ്യത്തെ അവസാനത്തെ വാക്ക്. അപ്പോൾ അവരുടെ ഉള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ DGPക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം എല്ലാം സർവാധിപത്യം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. സർവാധിപതിയായിട്ട് പോലീസിൽ വാഴുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം നമ്മളിപ്പം നേരത്തെ ശ്രീമാൻ ഉമേഷ് ബാബു പറഞ്ഞു, ഞാനും അത് അതിശയിച്ചു പോയി. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചീഫ് സെക്രട്ടറിയും DGPയാണ്. അദ്ദേഹത്തിനെ അനുധാവനം ചെയ്യുക, അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആശയവിനിമയം നടത്തേണ്ടത്. അതിനകത്ത് അങ്ങനെ ഒരു വ്യക്തി ആ ചിത്രത്തിലെ കാണുന്നില്ല. ഇദ്ദേഹമാണ് ഇത് മുഴുവൻ കൈയാളുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈസ് എ സൂപ്പർ DGP എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹമാണ് അധികാരം കൈയാളുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ഈ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹത്തിനെതിരെ ആരും പറയാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു കിങ്കറിനായി നിന്നിരിക്കുന്ന മലപ്പുറത്തെ പഴയ SP ശ്രീ സുജിത് ദാസ് തന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ കുമ്പസാരം എന്നുള്ള രീതിയിൽ MLA അടുത്ത് പറയുന്ന കാര്യം നമ്മൾ കേട്ടു. അന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരു സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അധപ്പതനം എന്ന് പറയുന്നത് ലജ്ജാകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിത്തോന്നു. സുഭാഷ് ബാബു, എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ളത് ഈ എന്ന് പറയുന്നത് യങ്ങായിട്ടുള്ള യുവാവായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരുപാട് പരിചയമുള്ള ഉദ്യോഗസ്ഥനല്ല, പക്ഷെ അദ്ദേഹം പ്രധാനപ്പെട്ട പൊസിഷനിൽ നിൽക്കുന്നത്. അദ്ദേഹം പറയാണ്, എനിക്ക് ആലോചിക്കാൻ പോലും, അജിത് സാറിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പേടിയാണെന്ന്. അതായത് IPS തലപ്പത്തിരിക്കുന്ന, ഈ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ആലോചിക്കാൻ പോലും പേടിയാണെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്. എന്തൊരവസ്ഥയാണിത്! ഈ സർവാധിപതി എന്ന് തലവെട്ടാൻ അധികാരമുള്ളവനെ ആൾ ഭയപ്പെടില്ലേ? കാരണം അദ്ദേഹം വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും കേരള പോലീസിൽ, ആഭ്യന്തര വകുപ്പിലില്ല. അതൊരു സത്യമാണ്.
അപ്പോൾ സുജിത് ദാസ് പറയുന്നത് നമുക്കതിനെ വിസ്മരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊരു സത്യമാണ്, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് എന്നാൽ എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആജ്ഞാനവർത്തിയെ ആശ്രിതനായിട്ട് നിൽക്കാത്ത ഒരാൾക്കും കേരളത്തിൽ ഒരു സ്ഥലത്തും പോസ്റ്റിംഗ് കിട്ടില്ല. ഏത് പോസ്റ്റിലായാലും ശരി, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ സ്വാധീനത്തിൽ മറ്റു രീതിയിൽ കിട്ടുന്നതല്ലാണ്ട് ഒരു ഉന്നത ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ജില്ലാ പോലീസ് മേധാവി മുതൽ മുകളിലോട്ടുള്ള ഏത് പോസ്റ്റിലേക്കും, അതായത് ലോക്കൽ പോലീസിൻ്റെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺകറൻസ് ഇല്ലാതെ പോസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് വളരെ ഏതാണ്ടൊരു 3 വർഷമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു സത്യമാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്നാൽ തന്നെയും ഇങ്ങനെയുള്ള ആളുകളെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹം സുജിത് ദാസ് പോയത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഈ മേഖലകളിൽ, അതായത് കള്ളക്കടത്തൊഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും വളരെ വ്യാപകമായ രീതിയിൽ കറപ്ഷൻ നടത്താൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം ട്രാൻസ്ഫർ കൊടുത്തതും വാങ്ങിയതും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി, അദ്ദേഹം ഈ ഒരു അപവർത്തിച്ചത് ചാടിയതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്ന നീരസവും അമർഷവും വിദ്വേഷവും ഒക്കെ ഇതേമാതിരിയുള്ള ഈ MLAക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. കാരണം അദ്ദേഹം അവിടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് അൻവർ വിവരം ശേഖരിക്കുന്നത് എന്നുള്ള കാര്യം നീചമായ രീതിയിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതുണ്ട്. അതൊന്നും മാത്രമല്ല, പല ഫോൺ റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു.